പ്രിയപ്പെട്ട നമസ്കാരം. മനാഫാണ്. നമ്മുടെ എപ്പിസോഡിൻ്റെ 22ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. മൈ ലൈഫ് മൈ മൂവി. ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു വിഷയം ഒന്നല്ല, രണ്ട് വിഷയങ്ങളാണ്. കോളനി സിനിമയുടെ തുടക്കമായിരുന്നു ഇന്നലെ ജസ്റ്റ് ഒരു സ്ട്രക്ചർ തന്നത് എങ്കിൽ ഇന്ന് ആ കോളനി സിനിമ മുഖേന ഞാൻ അനുഭവിച്ച കുറേ പ്രശ്നങ്ങളും എനിക്കുണ്ടായ കുറേ വിഷമങ്ങളും നഷ്ടങ്ങളുമാണ് പറയാനുള്ളത്. ചെറിയ ഒരു പറ്റുന്ന രീതിയിൽ പെട്ടെന്ന് നമുക്കത് അവസാനിപ്പിക്കാം. കാര്യം ഒരു 10-15 മിനിറ്റൊക്കെ ആണെങ്കിൽ ഒരുവിധം കുഴപ്പമില്ല. ഇത് 20, 25, 30 മിനിറ്റ് വരെയൊക്കെ വീഡിയോ പോകുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് തന്നെ ഒരു പ്രയാസമുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു കാര്യം അത് ഉൾക്കൊള്ളിച്ച് പറഞ്ഞില്ല എങ്കിൽ ആ കണ്ടന്റ് മുഴുക്കില്ല, ആർക്കൊന്നും മനസ്സിലാവില്ല. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ തന്നെ ആർക്കൊന്നും മനസ്സിലാവാൻ ഉള്ള ചാൻസ് ഇല്ല. കാരണം കോളനി സിനിമയും എൻ്റെ ജീവിതവും ഒക്കെ ആയിട്ട് ഒരു എപ്പിസോഡായിട്ട് അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാര്യം ഞാൻ ഏതെങ്കിലും ഒരു വിഷയത്തിൽ തുടങ്ങി കഴിഞ്ഞാൽ അതിനെ തട്ടി പോയിട്ട് പിന്നെ അവസാനമായിരിക്കും പറയുന്നത്. അപ്പം കാണുന്ന പ്രേക്ഷകർ അത് മടിച്ചിട്ടിട്ട് പോവുകയും കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ കോളനി സിനിമയിൽ എനിക്ക് ആകെപ്പാടുള്ള നേട്ടം എന്ന് പറഞ്ഞാൽ ബന്ധങ്ങളായിരുന്നു. കാര്യം 25 ലക്ഷം രൂപയോളം ചെലവ് വരുന്ന ഒരു മൂവി കയ്യിൽ ഒരു രൂപ പോലും എടുക്കാനില്ലാതെ ഞാനും എൻ്റെ സുഹൃത്തായ വികാസ് വിക്കിയും പിന്നെ നിസാം, ഫൈസൽ ഇറുക അങ്ങനെ കുറച്ച് ആൾക്കാർ ചേർന്ന ഒരു മീറ്റിങ്ങിലാണ് കോളനി മൂവിയുടെ പൂജയായിട്ട് ബന്ധപ്പെട്ട് ആലങ്കടവ് ഗ്രീൻ ചാനൽ റിസോർട്ടിൽ സെലിബ്രിറ്റികളെ പോയി കാണുകയും ഗ്രൂപ്പ് ഉണ്ടാക്കുകയും തുടർന്ന് അതിനകത്തേക്ക് ഒരു 70,000 രൂപ ചെലവ് വരുന്ന ഒരു പ്രോസസ്സായിരുന്നു കോളനി മൂവിയുടെ പൂജ. ആ 70,000 രൂപയുടെ ചെലവ് എന്തിനൊക്കെയാണ് എന്ന് നമ്മൾ ഉദ്ദേശിച്ചാൽ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു, LED വാൾ വേണം, അതിന് ജനറേറ്റർ വേണം, എണ്ണ വേണം, മൈക്ക് സെറ്റ് വേണം, ഹാളിൽ റെന്റ് വേണം, അതേപോലെ ഫ്ലെക്സ് വേണം, സെലിബ്രിറ്റിക്ക് വണ്ടിക്കൂലി കൊടുക്കണം, പിന്നെ ഇവരുടെ അത്യാവശ്യം ഒരു ഫുഡ് വേണം. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ചെലവുകളാണ്. പിന്നെ സ്റ്റിൽ ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി ഉണ്ടായിരുന്നു. പിന്നെ അത്യാവശ്യം ചെറിയ ബ്ലോഗർമാർ വന്നിട്ടുണ്ടായിരുന്നു, അവർക്കൊക്കെ ചില്ലറ കൊടുക്കണം. അപ്പം തന്നെ നല്ലൊരു എമൗണ്ട് ആവും. അപ്പോൾ അങ്ങനെ അവസാനം ഒരു സെലിബ്രിറ്റിക്ക് പൈസ കൊടുക്കാൻ എൻ്റെ കയ്യിലില്ല. കാരണം നമ്മുടെ ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരും 2,000 രൂപ ഇതൊക്കെ പിരിച്ചിട്ടാണ് ഒരുവിധം അഡ്ജസ്റ്റ് ചെയ്ത് നിന്നത്. പക്ഷേ ഈ സെലിബ്രിറ്റിയൊക്കെ വന്നപ്പോഴത്തേക്കിന് ആ റിസോർട്ടുകാരൻ ഫ്ലൈറ്റ് മാറ്റി. കാര്യം നമ്മൾ അവിടെ നിന്ന് ഫുഡ് കഴിച്ചു എന്ന് പറഞ്ഞ് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 10,000-4,000 രൂപ ക്ലീനിങ് ചാർജും കൂടെ കൊടുക്കണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കിന് കയ്യിൽ പൈസ ഇല്ലാത്തൊരു അന്തരീക്ഷമായി. അങ്ങനെ പ്രതീക്ഷകളൊക്കെ തെറ്റി അവസാനം ഒരു സെലിബ്രിറ്റിയെ പറഞ്ഞു വിടാൻ വണ്ടിക്കൂലി കൊടുത്താൽ മതി അവർക്ക്. ആ വണ്ടിക്കൂലിക്ക് പൈസയില്ല. അങ്ങനെ അവസാനം എൻ്റെ വൈഫിൻ്റെ കാതിൽ കിടന്ന ഒരു ചെറിയ കമ്മൽ, ഏകദേശം 1.5 ഗ്രാം കാണും. അവസാനം ഒരു ഗതിയില്ല, നാണം കെടുന്നതിലുപരി ഈ കമ്മൽ എപ്പോൾ വേണമെങ്കിലും എടുക്കാമല്ലോ. അങ്ങനെ അയാൾ തന്നെ എൻ്റെ വിഷമം കണ്ടിട്ട് തൽക്കാലത്തേക്ക് പണയം വെച്ചിട്ടാണ് ആ സെലിബ്രിറ്റിയെ അവിടെ നിന്ന് യാത്രയാക്കുന്നത്, നാണം കെടാതെ. അങ്ങനെ ഞങ്ങൾ ഏകദേശം എല്ലാവരും പിരിഞ്ഞുപോയി. വളരെ സന്തോഷവാനായിട്ട് എല്ലാവരും പിരിഞ്ഞുപോയി. രാജാ സാഹിബ്, മോളി ചേച്ചി എല്ലാവരും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു, പൂജയുടെ ഉദ്ഘാടനം ചെയ്തു, തിരി തെളിയിച്ചു. അങ്ങനെ കോളനി മൂവിയുടെ ഒരു തുടക്കമായി. അങ്ങനെ ഞാൻ പറഞ്ഞു, കഴിഞ്ഞ പ്രാവശ്യം ഒരു പ്രൊഡ്യൂസർ ഈ 2.5 ലക്ഷം രൂപ ഞങ്ങൾ എല്ലാവരും കൂടെ ഷെയർ ചെയ്ത് വെച്ച ഒരു 2.5 ലക്ഷം രൂപയ്ക്കകത്ത് ഒരു 10-25 ലക്ഷം രൂപയോളം ചിലവ് വരുന്ന ഒരു സിനിമ തീർക്കാൻ സാധിക്കില്ല. അങ്ങനെ ഒരു പ്രൊഡ്യൂസറിനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ വയനാട് പോയതും, ആ വയനാട് പോകണമെങ്കിൽ തന്നെ ഒരു 10,000 രൂപയോളം എണ്ണ ചിലവാണ്. കിച്ചുവിൻ്റെ വണ്ടിയിലാണ് പോകുന്നത്. കിച്ചു എന്നാണ് തോന്നുന്നു പേര്. അങ്ങനെ ഞങ്ങളവിടെ പോയി പ്രൊഡ്യൂസറെ കണ്ടു, അവിടെ നിന്ന് ഊണൊക്കെ കഴിച്ചു. ആ ഒരു പ്രതീക്ഷയായിട്ട് തിരിച്ചു വന്ന് ഞങ്ങൾ സിനിമ സ്റ്റാർട്ട് ചെയ്ത കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ മനസ്സാക്ഷിയുടെ കാര്യങ്ങളും, ഇത്രയും വലിയൊരു പ്രോജക്റ്റ് എടുക്കണമെങ്കിൽ എൻ്റെ കയ്യിൽ ഫണ്ടില്ലല്ലോ. അപ്പോൾ നമ്മളുടെ ഒരു കൂട്ടായ്മ ഉണ്ടെങ്കിൽ മാത്രമേ ഏതൊരു കാര്യം ഒന്നിച്ച് തള്ളിക്കഴിഞ്ഞാൽ അത് നീങ്ങുമെന്നാണ്. അപ്പോൾ ഒരാളുടെ കയ്യിൽ 1 ലക്ഷം രൂപ എടുക്കണം എന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല. അതേപോലെ തന്നെ ഈ സെലിബ്രിറ്റിയുടെ കൂടെ ഒന്ന് ആക്ട് ചെയ്യണമെങ്കിലും വലിയ പ്രയാസമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളായിട്ടുണ്ടാക്കുന്ന ഒരു സിനിമ, നമ്മളായിട്ട് ചെറിയ ചെറിയ ഫണ്ടുകൾ 10, 25, 30, 50 ഒക്കെ ഇട്ട പല ആൾക്കാരുണ്ട്. അങ്ങനെ എല്ലാവരും കൂടി ഇട്ട് ചെറിയൊരു ബഡ്ജറ്റ് ആയപ്പോഴാണ് പ്രൊഡ്യൂസറിനെയും കൂടെ ഒരു 5 ലക്ഷം രൂപയും കൂടെ ഉണ്ടെങ്കിൽ അത്യാവശ്യം നമുക്ക് ഈ സെലിബ്രിറ്റിയുടെ ഷൂട്ടുകൾ ഫുള്ള് തീരും എന്നെനിക്ക് ഉറപ്പായിരുന്നു. കാര്യം ഏകദേശം ഒരു 5-6 ദിവസം മാക്സിമം. അപ്പോൾ സെലിബ്രിറ്റി അങ്ങ് വിടാൻ പറ്റും. പക്ഷേ നമ്മുടെ പ്രതീക്ഷകളെല്ലാം തെറ്റി. കാരണം ഈ വയനാട് നിന്ന് വന്ന പ്രൊഡ്യൂസർ സ്ഥലത്തു നിന്നും എസ്കേപ്പ് ആയപ്പോൾ അവിടെ 5 ലക്ഷം രൂപയാണ് ലോസ് ആയത്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് ആകെപ്പാട് 2.5 ലക്ഷം രൂപയാണ്. ഈ 2.5 ലക്ഷം രൂപ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 2 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ആയി. കാരവാന്, അതേപോലെ തന്നെ ലൈറ്റിൻ്റെ അഡ്വാൻസ്, ക്യാമറാമാന്, അവരുടെ ഫുഡ്, അവരുടെ റൂം സൗകര്യങ്ങൾ, പിന്നെ സെലിബ്രിറ്റിയുടെ ഫുഡ്, അങ്ങനെ പിന്നെ ആർട്ട് മെറ്റീരിയൽ, പ്രോപ്പർട്ടി, മേക്കപ്പ്, അങ്ങനെ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ വന്നപ്പോഴത്തേക്കിനും ആ പൈസയൊക്കെ ഒരു ഷൂട്ടിങ്ങിന് അറിയാമല്ലോ, മിനിമം ഒരു ദിവസമൊക്കെ സെലിബ്രിറ്റി ഉണ്ടെങ്കിൽ ഒരു 1.5 ലക്ഷം രൂപ മിനിമം നമുക്ക് സെറ്റിൽ വേണം. എന്തായാലും ഈ 2.5 ലക്ഷം രൂപ കൊണ്ട് ഒരു 2 ദിവസം പിടിച്ചു നിന്നു. 3-ാമത്തെ ദിവസം നമുക്ക് പിടിച്ചു നിൽക്കാൻ ക്യാഷില്ല, കാര്യം പ്രൊഡ്യൂസർ പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എൻ്റെ ഏറ്റവും അടുത്ത സുമേഷ് എവിടുന്നൊക്കെയോ കുറേ ഫണ്ടുകൾ വാങ്ങി കുറച്ച് ലൈറ്റിന് അഡ്വാൻസ് കൊടുക്കാനില്ലായിരുന്നു. നമ്മളൊരു ലൈറ്റ് യൂണിറ്റിനെ വിളിച്ചു. ആ ലൈറ്റ് യൂണിറ്റിൻ്റെ ഒരു കാര്യം പറഞ്ഞാൽ, ആ കോളനി സെറ്റിൽ വെച്ചിട്ട് ഏറ്റവും വലിയ ദുരിതം അനുഭവിച്ച ഒരു മേഖലയാണ് ലൈറ്റ് യൂണിറ്റ് എന്ന് പറയുന്നത്. കാര്യം ഔഡി പ്ലസിൻ്റെ സമയത്ത് കോവിഡിൽ തകർന്നിരിക്കുന്ന ഞാനും എൻ്റെ പടം നിന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഫേസ്ബുക്കിനകത്ത് ഇങ്ങനെ പോസ്റ്റ് ഇടും.
ഈ ഔഡി പ്ലസ് സിനിമയെ കുറിച്ചിട്ടൊക്കെ. അപ്പൊ ഞാൻ അതിന്റെ കമ്പനി പറയുന്നില്ല, കമ്പനി പറഞ്ഞാൽ മോശമല്ലേ, കാര്യം അയാൾ എന്തെങ്കിലും കാണിച്ചു, പക്ഷേ അയാളുടെ ജീവിതമാർഗ്ഗത്തിൽ ഒരു വിഷയം ഉണ്ടാക്കണ്ട. കാരണം എന്താ അറിയാമോ, അയാൾക്ക് 10 രൂപ കിട്ടുന്നെങ്കിൽ കിട്ടി, ജീവിച്ച് പോട്ടെ. അയാളൊരു വിവരക്കേട് കാണിച്ചു, നമ്മളതിനകത്ത് പെട്ടുപോയി എങ്കിലും നമ്മൾ ദ്രോഹിക്കാൻ തയ്യാറല്ല പുള്ളിയെ. ഞാനൊരു പക്ഷെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്നെ ഫോളോ അപ്പ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പോൾ അദ്ദേഹത്തിനെ ആ ഒരു പേര് കേട്ടാൽ തന്നെ ആ ടീമിന് ചിലപ്പോൾ വിളിക്കാതാവും. അപ്പോൾ അതെന്തായാലും എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ അങ്ങനെ കാണിക്കുന്നില്ല. അപ്പോൾ എന്തായാലും ഞാൻ ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ്, നിങ്ങൾ എല്ലാവരും ലൈറ്റ് യൂണിറ്റും ക്യാമറയൊക്കെ വിളിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ പ്രോജക്റ്റിൽ ഇറങ്ങുമ്പോൾ ഇതേപോലെ ഔഡി പ്ലസിൽ നിന്നിരിക്കുന്ന ഒരു സിനിമയിൽ ഈ യൂണിറ്റുകാരൻ എൻ്റെ അടുത്ത് ചോദിച്ചു, ഞാൻ യൂണിറ്റിൽ പോകുന്ന ടീമാണ്, എന്തെങ്കിലുമൊക്കെ വർക്ക് ഉണ്ടെങ്കിൽ വിളിക്കണേ. ഞാൻ പറഞ്ഞു ഔഡി പ്ലസ് എങ്ങനെ തീർക്കണം എന്നറിയാൻ വയ്യാത്ത ഒരു സാഹചര്യത്തിലാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ നിങ്ങളുടെ ലൈറ്റ് യൂണിറ്റ് വിളിക്കാൻ എനിക്ക് ഇപ്പോൾ കഴിയില്ല, പക്ഷേ ഞങ്ങൾ രണ്ടാമതൊരു സിനിമ കോളനി ചെയ്യുന്നുണ്ട്, അപ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളിയെ ഏകദേശം കോളനി തുടങ്ങിയപ്പോൾ ഞങ്ങൾ വിളിച്ചപ്പോഴത്തേക്കിന് പുള്ളി പറഞ്ഞു, എന്തായാലും ഈ ഒരു 20,000 രൂപയാണ് ഡിപ്പോസിറ്റ് ഇട്ട് തന്നാൽ ഞങ്ങൾ വരാമെന്ന് പറഞ്ഞു. ശരി, ഞാൻ പറഞ്ഞു അങ്ങനെ എൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ലെന്ന്. അന്ന് സുമേഷാണ്, അതായത് പാലക്കാടുള്ള ഒരു സുമേഷാണ് ഒരു 20,000 രൂപ എവിടുന്നോ പലിശയ്ക്കോ ചിട്ടിക്കോ എവിടുന്നോ എടുത്തിട്ട് അദ്ദേഹത്തിന് ആ 20,000 രൂപ അയച്ചു കൊടുത്തപ്പോഴാണ് പുള്ളിക്കാരൻ അവിടുന്ന് കയറാമെന്ന് പറഞ്ഞത്. പുള്ളിക്കാരൻ പറഞ്ഞൊരു കാരണമുണ്ട്. 20,000 രൂപ ഞാൻ അയച്ചു കൊടുക്കുമ്പോൾ അവിടുന്ന് വരുന്ന വണ്ടിക്കൂലിക്ക്, വണ്ടിക്ക് എണ്ണ അടിക്കണം, സ്റ്റാഫിന് ഫുഡ് കഴിക്കണം. എറണാകുളത്തു നിന്നാണ്, 120 കിലോമീറ്റർ ഇല്ല കായംകുളം വരെ. അതിനുശേഷം ഈ 6 പേരോളം ഉണ്ട് സ്റ്റാഫുമാർ. ഈ 6 പേര് അവർക്ക് ഹാഫ് ബാറ്റ, അതായത് അവിടുന്ന് സഞ്ചരിച്ച് നമ്മുടെ സെറ്റിൽ എത്തുമ്പോൾ അതിനും അവർക്ക് ഫണ്ട് കൊടുത്താലേ അവർ ഇവിടുന്ന് വണ്ടിയിലോട്ട് കയറുള്ളൂ. ഒരു പണിക്ക് വരുന്ന ഒരു സംഭവമാണ്. പുതുമുഖങ്ങളുടെ എല്ലാവരും പിരിവിട്ട് അവരുടെ ആഗ്രഹത്തിന് വേണ്ടി എടുക്കുന്ന ഒരു സിനിമയാണ്. പറഞ്ഞു മനസ്സിലായി. ഇത് കച്ചവടമാവുമോ പൂർത്തീകരിക്കുമോ ഒന്നും അറിയില്ല. എങ്കിലും നമ്മുടെ മനസാക്ഷി വെച്ചിട്ട് വിളിക്കണേ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അദ്ദേഹത്തിനോട് ഒരു അനുകമ്പ കാണിച്ചതാണ്. അപ്പോൾ കൊണ്ടുവന്നത് 2 ഡിനോ ലൈറ്റ്, ഒരു 2 കിനോയോ ബേബി ലൈറ്റ് കിനോ, പിന്നെ ഒരു വലിയൊരു MH ഉണ്ടായിരുന്നു. MH എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് ഒരു പേര് പറയുന്നത് HMA ലൈറ്റോ അങ്ങനെ ഒരു സംഭവമാണ്. പിന്നെ ഒരു ട്രാക്ക് ആൻഡ് ട്രോളി. ഇത്രയും സാധനമാണ് 6 പേര് കയറി വന്നിട്ടുള്ളത്. അപ്പോൾ 6 പേര് കയറി വന്നപ്പോൾ ഇവരുടെ പവർ യൂണിറ്റ് ഉണ്ട്. ആ പവർ യൂണിറ്റ് ഞങ്ങൾ വിളിച്ചിട്ടിരിക്കുകയാണ്. പിന്നെ ഈ പവർ യൂണിറ്റിനുള്ള എണ്ണയും നമ്മളാണ് അടിക്കുന്നത്. ഈ 6 പേർക്ക് താമസിക്കാനായിട്ട് കായംകുളം ഒരു ലോഡ്ജിൽ ഏകദേശം ഒരു 4-5 റൂമുണ്ട്. 4 റൂം കണ്ട് എടുത്തു കൊടുത്തിട്ടുണ്ട്. ഇവരുടെ ഫുഡ് ഡെയിലി ബാറ്റായും കാര്യങ്ങളൊക്കെ രാവിലെ തന്നെ ഇട്ട് കൊടുക്കണം. അങ്ങനെ വന്നു. ഏകദേശം അന്ന് തലേ ദിവസം ബില്ല് എഴുതിക്കൊണ്ട് വന്നു. 15,000 20,000 അങ്ങനെ എഴുതിക്കൊണ്ട് വന്നു, അത് കൊടുത്തു. അതിനുശേഷം പിറ്റേന്ന് വന്നു. അപ്പോഴത്തേക്കിനും നമ്മുടെ കയ്യിൽ ബഡ്ജറ്റ് കമ്മിയായി വരികയാണ്. അപ്പോൾ 3-ാമത്തെ ദിവസമായപ്പോഴത്തേക്കും നമ്മുടെ ഈ പൈസ ഇല്ലാത്തൊരു സിറ്റുവേഷൻ. അങ്ങനെ 3-ാമത്തെ ദിവസം ഞങ്ങൾ ഇച്ചിരി ടൈറ്റായി ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്കിനും പൈസ അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റില്ല. പക്ഷേ ഈ ഷൂട്ടിംഗ് നടക്കുന്നത് സെലിബ്രേറ്റ് എന്നെ തലവേദന എടുപ്പിക്കുന്നില്ല. ഒന്നാമത് പ്രൊഡ്യൂസർ പോയ വിഷമത്തിൽ ഞാൻ എന്ത് ചെയ്യും, ക്യാരവാൻ കിടപ്പുണ്ട്, സെലിബ്രേറ്റ് നമ്മുടെ പ്രൊഡ്യൂസർ മുങ്ങി, ഇനി ഷൂട്ട് മുന്നോട്ട് പോകാൻ പറ്റാത്ത അന്തരീക്ഷമാണ്. അന്നും ഉഷ ക്യാരവാൻ ഇച്ചിരി പൈസ ഷോർട്ടേജ് വന്നപ്പോൾ ഉഷയാണ് നമുക്ക് ഹെൽപ്പ് ചെയ്തത്. അതേപോലെ തന്നെ നമ്മുടെ അതിനകത്ത് പൂജയ്ക്ക് വന്ന് ഫൈസലിരുകായോ അഭിലാഷിന്റെ ഗറോഫിലോ ഒരു ജെസ്സി ജോസ് വന്നായിരുന്നു. ജെസ്സി മാഡം എന്ന് പറയുന്ന ഒരു ലേഡിയാണ്. അപ്പോൾ അവരും ഈ സിനിമയ്ക്ക് വന്നു. എനിക്ക് നേരത്തെ പരിചയമില്ല, ഇവർ വന്നു. അപ്പോൾ അവർ ജസ്റ്റ് ഒരു ഗോൾഡ് ഉണ്ട് അവരുടെ കയ്യിൽ. അപ്പോൾ ഈ ഗോൾഡ് സിനിമ മുടങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് അവർക്കൊരു ഗിഫ്റ്റ് കിട്ടിയതാണ്. അപ്പോൾ അവരങ്ങനെ 40,000 രൂപയ്ക്കാണ് അന്ന് കായംകുളം പണയം വെച്ചത്. അത് ഞാനല്ല, വികാസ് എന്ന് പറഞ്ഞൊരു വ്യക്തി പണയം വെച്ചിട്ടാണ് ഈ ഷൂട്ട് മുന്നോട്ട് എങ്ങനെയെങ്കിലും കൊണ്ടുപോകുന്നത്, അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്. അങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞപ്പം ഒരു 4-ാമത്തെ ദിവസമായപ്പോഴത്തേക്കിന് ലൈറ്റ് യൂണിറ്റ് 3-ാമത്തെ ദിവസമായപ്പോഴത്തേക്കിന് ലൈറ്റ് യൂണിറ്റ് ഇറങ്ങിയില്ല. കാരണം ഈ ക്യാമറ യൂണിറ്റിന് ജിംബൽ, ക്യാമറ, റെഡ് അതൊക്കെ ഏകദേശം ഒരു 10-20,000 രൂപയോളം അവരുടെ വാടക മാത്രമാണ്. ഏതാണ് ഈ ക്യാമറാമാൻ്റെ എക്യുപ്മെൻസ് ആണ്. അവർക്ക് ഒരു ഇന്നോവ 1,700 രൂപ കൊടുത്തിട്ട് ഒരു ഇന്നോവയും എണ്ണ സഹിതം എടുത്ത് കൊടുത്തിരിക്കുകയാണ്. പിന്നെ ഇവരുടെ റൂം ഒരു 1,600 രൂപയാണ് ഒരു ദിവസം റൂമിൻ്റെ ചാർജ്. MRലാണ്, കായംകുളം MRലാണ് എടുത്ത് കൊടുത്തിരിക്കുന്നത്. കാര്യം സെലിബ്രിറ്റിയുടെ ഒക്കെ കൂടുള്ള ഇച്ചിരി റിച്ച് ആയിട്ടുള്ള സംഭവം തന്നെയാണ്. കാര്യം സെലിബ്രിറ്റിക്കൊക്കെ അത്യാവശ്യം വേണമല്ലോ, അങ്ങനെയുള്ള സംഭവം വേണം. പക്ഷേ എന്തിനു പറയുന്നു, ഈ 3-ാമത്തെ ദിവസം ഇവർ ഷൂട്ടിങ്ങിന് ഇറങ്ങാതിരുന്നപ്പോൾ സെലിബ്രിറ്റി റൂമിലാണ്. മോളി ചേച്ചി, രാജാ സാഹിബ്, കോബ്ര രേഷ്, പാഷണ ഷാജി ഇവരെല്ലാം റൂമിലാണ്. അഷ്റഫ് ഗുരുക്കൾ സ്റ്റണ്ട് ചെയ്യാൻ വന്നു, അദ്ദേഹവും റൂമിലാണ്. പ്രസീത ചാലക്കുടിയുണ്ട്. അപ്പോൾ ഇവരെല്ലാം കൂടെ ആകെപ്പാട് വണ്ടർ അടിച്ചു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബഡ്ജറ്റ് തീർന്നു, പ്രതീക്ഷയുള്ള ആളും പോയി കളഞ്ഞു. ഒരു വാക്ക് പറയുന്നില്ല, പെട്ടെന്ന് എവിടെയെങ്കിലും പ്രൊഡ്യൂസറിനെ കിട്ടും. അങ്ങനെ ഒരു വല്ലാത്തൊരു അന്തരീക്ഷത്തിൽ ആകെപ്പാടേ തകർന്നു. കാര്യം ഒരു 5-6 ദിവസം ഉണ്ടെങ്കിൽ സെലിബ്രിറ്റിയുടെ ഫുള്ള് ഷൂട്ട് എടുത്ത് മാറ്റി അവരെ വിടാം. പിന്നെ നമ്മുടെ ഓഫീസുകളല്ലേ, അപ്പം ഈ സെലിബ്രിറ്റിയുടെ കൂടെ നമ്മുടെ പുതിയ മുഖങ്ങൾ, അവരുടെ കൂടെയുള്ള സീനുകൾ എടുത്ത് വിടാനാണ് ഞാൻ പ്ലാൻ ചെയ്തത്. പക്ഷേ ഈ സാമ്പത്തികം അങ്ങോട്ട് നിലച്ചപ്പോഴത്തേക്കിനും ഫുള്ള് അൺബാലൻസ്ഡ് ആയി. കാര്യം ക്യാമറ ഇറങ്ങുന്നില്ല, പിന്നെ ലൈറ്റ് യൂണിറ്റ് ഇറങ്ങുന്നില്ല.
അങ്ങനെ ഞങ്ങൾ ക്യാമറ എങ്ങനെയെങ്കിലും സമ്മതിച്ച് ഇറങ്ങാമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ലോഡ്ജിൽ ചെന്ന് നോക്കിയപ്പോൾ ഇവർ 6 പേരുണ്ട്. ഈ 6 പേരും ഫുള്ള് അത്യാവശ്യം വെള്ളമാണ്. കാര്യം വെള്ളം അടിച്ച് കെന്തിരിയായിട്ട് നിൽക്കുകയാണ്. കാര്യം ഞങ്ങൾ ഇത്രയും ആർട്ടിസ്റ്റുകൾ കഷ്ടപ്പെട്ട് എടുത്തു കൊടുത്ത റൂമുകളാണ്. ഞങ്ങളുടെ ഫുഡ് കഴിച്ച് ഞങ്ങളുടെ ഷൂട്ട് മുടക്കി. കാര്യം ഒരു ദിവസത്തെ ഷൂട്ട് പൈസ കൊടുക്കാനുണ്ട്. അത് കൊടുക്കാതിരുന്നതുകൊണ്ട് ഇവർ ഇറങ്ങിയില്ല. അപ്പോഴത്തേക്കും അവിടെ ഏകദേശം 19,000 രൂപയുടെ നഷ്ടം വന്നു കഴിഞ്ഞു. സെലിബ്രിറ്റിയുടെ ചാർജ്, ഇത്രയും ആർട്ടിസ്റ്റുകൾ നിൽക്കുന്ന അവരുടെ റൂം, അവരുടെ ഫുഡ്, ആർട്ട് പ്രോപ്പർട്ടി, ക്യാമറ വാടക, മോശം കളിയല്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു മനസ്സാക്ഷി അവർ കാണിച്ചില്ലെന്നുള്ളതാണ്. അങ്ങനെ ഏകദേശം ഞങ്ങൾ പെട്ടു. കാരണം പിന്നീട് ഷൂട്ടിംഗ് സ്റ്റോപ്പ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ എല്ലാവരും പിരിച്ചുവിടാൻ വേണ്ടിയിട്ട് പോകുക. അപ്പം ആർട്ടിൻ്റെ പ്രോപ്പർട്ടിയൊക്കെ എടുത്ത് ഞങ്ങൾ എറണാകുളത്ത് നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിനിടയ്ക്ക് ആ സ്റ്റേജിൻ്റെ ആ ഒരു അടിയിൽ നിന്നും രാത്രിയിൽ എല്ലാവരും ടയർഡാണ്, ക്ഷീണിച്ച് നിൽക്കുകയാണ്. ഇതൊക്കെ ആരൊക്കെയോ അടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് കുറേ സാധനം. അപ്പോൾ ആർട്ടിൻ്റെ പ്രോപ്പർട്ടിയാണ്, കാര്യം ഉപയോഗം കഴിഞ്ഞ് അവിടെ കൊണ്ട് കൊടുത്തില്ലെങ്കിൽ അതിന് റെൻ്റ് ആവും. അങ്ങനെ ഏകദേശം ഒരു വലിയ ഒരു 10,000 രൂപയും മേളിലുള്ള സാധനങ്ങൾ അവിടെ നിന്ന് എസ്കേപ്പ് ആക്കി ആരോ അടിച്ചുകൊണ്ട് പോയി കളഞ്ഞു. ഇന്നും കിട്ടിയിട്ടില്ല അത്. എൻ്റെ ഒരു ഫ്രണ്ട് കർട്ടൻ ഉണ്ടായിരുന്നു, അത് സഹിതം പരിപാടിക്ക് കൊണ്ടുവന്ന ഒരു കർട്ടൻ സഹിതം ആരാണ്ട് അടിച്ചുകൊണ്ട് പോയി കളഞ്ഞു. എന്തായാലും എടുത്തൊരു നന്നാവട്ടെ, അതേ പറയാനുള്ളൂ. അപ്പോൾ എന്ത് തന്നെ ആയാലും ഷൂട്ടിംഗ് സ്റ്റോപ്പ് ആവുകയാണ്. കാര്യം ഒരു തുടക്കമിട്ടു, വളരെ മനോഹരമായിട്ട് ലൈറ്റ് യൂണിറ്റ്, ക്രെയിൻ സെറ്റപ്പ്, അതേപോലെ എല്ലാം കഴിഞ്ഞു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഡിനോ എന്ന് പറയുന്ന ലൈറ്റ് ഉണ്ട്, വലിയ ലൈറ്റ്. അപ്പോൾ അത് ആവശ്യമില്ല നമുക്ക്. അങ്ങനെ ഇദ്ദേഹം ഈ ലൈറ്റ് യൂണിറ്റ് മുതലാളി എൻ്റെ പുറകെ നടക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ എനിക്കൊരു സമാധാനം തരുന്നില്ല. കാരണം ഇത്രയും ആർട്ടിസ്റ്റുകൾ ഇത്രയും പ്രശ്നങ്ങൾ നടന്നപ്പോഴും അദ്ദേഹത്തിൻ്റെ ഒരു ലൈറ്റ് എറണാകുളത്ത് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം കിടന്ന് ഈ പാടുപെടുന്നത്. എന്നാൽ ഒരു മുതലാളിയാണെങ്കിൽ അവൻ്റെ സ്റ്റാഫിനെ നിയന്ത്രിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഞാൻ തന്നെ ഒരു ലൈറ്റ് സ്ഥാപനങ്ങൾ കൊണ്ടുപോകുന്ന ഒരു ടീമാണ്. 12 മണി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എൻ്റെ തൊഴിലാളികളെ വിളിച്ചു വന്നു കഴിഞ്ഞാൽ ഞാൻ പറയുന്നിടത്ത് നിൽക്കുക, അല്ലെങ്കിൽ ആ ആംബിയർ ഉണ്ടെങ്കിലേ ഞാനൊരു തൊഴിലാളിയെ വിളിക്കാറുള്ളൂ. പക്ഷേ എനിക്ക് ഷൂട്ടിനകത്ത് ശ്രദ്ധിക്കാനേ ഒക്കാത്തൊരു കണ്ടീഷൻ. കാര്യം ഇദ്ദേഹം ഇങ്ങനെ കിടന്ന് ശല്യപ്പെടുത്തുകയാണ്. അങ്ങനെ അവസാനം അവിടെ ഇന്ന് ഒരു ഓട്ടോയിലാണെന്ന് തോന്നുന്നു, ഇവിടെ ആലപ്പുഴ എറണാകുളത്തേക്ക് കണ്ട് എത്രായിരം രൂപ കണ്ട് 10,000, 3,000, 2,000, 3,000 കണ്ട് കൊടുത്തു വിട്ടിട്ട് ആ ഓട്ടോയിൽ കൊടുത്തു വിട്ടു ലൈറ്റ്. അന്ന് രാത്രി ആ ഒരൊറ്റ ലൈറ്റ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. ആ വണ്ടി കിടപ്പുണ്ട്, പക്ഷേ വണ്ടിയിൽ എനിക്ക് മാറി നിൽക്കാൻ പറ്റത്തില്ല, ഞാനൊരു ഡയറക്ടറാണ്, പറഞ്ഞു മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഏകദേശം ഞങ്ങളൊരു 4ാമത്തെ ദിവസമായപ്പോഴത്തേക്കിന് ഇവർ പൈസ, ക്യാമറാമാൻ അദ്ദേഹത്തിന് ഫണ്ട് കൊടുക്കാനുണ്ട്. അങ്ങനെ ഞങ്ങൾ എടുത്തു കൊടുത്ത ഒരു ഇന്നോവയുണ്ട്, അത് റെൻ്റാണ്. ഈ ഇന്നോവയായിട്ട് നേരെ അവർ എറണാകുളത്തേക്ക് പോയി. ഞങ്ങൾ പൈസ കൊടുക്കാനില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്ത് ഞങ്ങൾ കൊണ്ടുപോകും, ഞങ്ങൾ എങ്ങനെയെങ്കിലും വന്നിട്ട് ഞങ്ങൾ വണ്ടി എടുത്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു വിധത്തിൽ സുമേഷും രാജാ സാഹിബിക്ക വിട്ടിട്ടില്ലായിരുന്നു. രാജാ സാഹിബിക്കയുടെ പാഷാണം ഷാജിയുടെ റൂം റെന്റ് കൊടുക്കാനുണ്ട്. അപ്പോൾ ആ റൂം റെന്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങാനൊക്കെ ഉള്ളൂ. അപ്പോൾ ആർട്ടിസ്റ്റുകളെല്ലാം അത്യാവശ്യം അപ്പോഴത്തേക്കും അവരെല്ലാം പോയി. കാര്യം അവിടെ നിന്നാൽ ചിലവായിരിക്കും. പിന്നീട് ഞങ്ങളൊരു 4-5 പേരേ ഉള്ളൂ. ഒന്ന് വിഷ്ണുവോ, പിന്നെ അതേപോലെ തന്നെ ശ്രീരാഗ്, അതേപോലെ സുമേഷ്, ഫൈസലിക്കൊക്കെ ഉള്ളൂ. വളരെ വലിയൊരു സ്ട്രഗിളുള്ള ഒരു അന്തരീക്ഷം. കാര്യം റൂം റെന്റ് കൊടുക്കണം. ഈ ലൈറ്റുകാർക്ക് ഏകദേശം 3 ദിവസം 4 ദിവസം വർക്ക് ചെയ്യുക. ഒരു ദിവസം വർക്ക് ചെയ്തില്ല, എന്നിട്ടും അവർ ബാറ്റ അടിച്ചിട്ടേക്കാണ്. അങ്ങനെ ഓവർ ടൈമും എല്ലാം കൂടെ കൂട്ടിയിട്ട് ഇവർ ഏകദേശം ഒരു 1,15 ലക്ഷം രൂപയോളം ബില്ലടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്ത് തന്നെ ആയാലും ഒരു 10,000-30,000 രൂപ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്, ബാലൻസ് കൊടുക്കാനുണ്ട്. ഇത്രയും വലിയ ബില്ലായി കിടക്കുകയാണ്. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ആർട്ടിൻ്റെ പ്രോപ്പർട്ടി കൊടുക്കണം, പിന്നെ സെലിബ്രിറ്റിയുടെ റൂം, അവരുടെ വണ്ടിക്കൂലി, പിന്നെ ക്യാരവാൻ്റെ സംഗതികൾ. അങ്ങനെ ഞാൻ സത്യം പറഞ്ഞാൽ തകർന്നു പോയി. കാരണം 4 ചുറ്റിനും ആൾക്കാരാണ്. എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ പകച്ചു നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ. അപ്പോഴത്തേക്കും പ്രസീത ചാലക്കുടിയൊക്കെ എങ്ങനെയെങ്കിലും പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് വലിയൊരു സംഭവം നടന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാഷാണം ഷാജിയേട്ടൻ ഇങ്ങനെ റൂമിൽ ഇരിക്കുമ്പോൾ ഞാൻ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയിട്ട് പ്രസീതയൊക്കെ വന്ന ദിവസമാണ്. അപ്പോൾ ഇവർക്ക് റൂം സെറ്റ് ചെയ്യണം. ഒരു ദിവസം ഷൂട്ടിന് വിളിച്ചതാണ്. പക്ഷേ 2ാമത്തെ ഒരു ദിവസം കൂടെ വേണമെന്ന് ക്യാമറമാൻ പറഞ്ഞപ്പോൾ വിസോളായിരുന്നു ക്യാമറമാൻ. അപ്പോൾ ഞാൻ എൻ്റെ പ്രദേശമായതിൻ്റെ പേരിൽ ഞാൻ ചെന്നാൽ അത്യാവശ്യം റൂം കിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ റൂം എടുക്കാൻ വേണ്ടിയിട്ട് പോയപ്പോൾ ഞാൻ വെച്ചിട്ട് പൈസ എടുത്തിട്ട് ഞാൻ 2 പേരടിക്ക് കൊടുത്തു, ആർട്ടിസ്റ്റുകളെ. അവരടിക്ക് കൊടുത്തിട്ട് പറഞ്ഞു ഇവർക്ക് ഫുഡ് വാങ്ങിക്കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ആ പൈസ വാങ്ങിച്ചു വെച്ചിട്ട് കായംകുളത്ത് അവിടെ ഇവിടെ എല്ലാം നടന്ന് ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് ഷാജിയേട്ടനൊക്കെ റൂമിൽ പോയി. രാത്രി 11 മണിയായിട്ടും ഷാജിയേട്ടനെ ഫുഡ് കിട്ടിയില്ല. അപ്പം ഞാൻ റൂമൊക്കെ എടുത്ത് തിരിച്ചു വന്ന് 12 മണിയായപ്പോഴത്തേക്കും എന്നെ ഒരു കോൾ വിളിക്കുന്നു. മനോഫേ, ഷാജിയേട്ടനാണ്. നീ ഇങ്ങോട്ട് പോകാട്ടോ, ഞാൻ പോവുകയാണ്, എനിക്ക് ശരിയാവത്തില്ല. ഞാൻ ചോദിച്ചു എന്താ പറ്റി, തുടങ്ങിയതേ ഉള്ളൂ, 2 ദിവസം ആയതല്ലേ ഉള്ളൂ. ഷാജിയേട്ടൻ എല്ലാവരും പണിയും നടക്കത്തില്ലല്ലോ, ഷാജിയേട്ടൻ അതിനകത്ത് മെയിൻ കഥാപാത്രം. അങ്ങനെ ഞാൻ റൂമിൽ ചെന്നപ്പോൾ എന്നെ അങ്ങ് പൊങ്കാല ഇട്ടു. കാരണം ആരൊക്കെയോ അപ്പോഴത്തേക്കിനും എന്തൊക്കെയോ പറഞ്ഞ് ഷാജിയേട്ടനെ തിരിച്ചിട്ടുണ്ടായിരുന്നു. സത്യസന്ധമായിട്ടുള്ള കാര്യം അറിയാത്തതുകൊണ്ട് പുള്ളിയും അത് വിശ്വസിച്ചു. അങ്ങനെ ഷാജിയേട്ടൻ പറഞ്ഞു നീ എൻ്റെ കാര്യങ്ങളൊന്നും നോക്കുന്നില്ല, നീ പറഞ്ഞ രീതിയിലൊന്നും അല്ലല്ലോ കാര്യങ്ങൾ പോകുന്നത്. അങ്ങനെ പറഞ്ഞ് ഷാജിയേട്ടൻ ഒരു ശകലം എന്തോ തെറ്റിദ്ധരിച്ചു. സത്യാവസ്ഥ അറിയുന്നില്ല എങ്കിലും നല്ല രീതിയിൽ ഷൗട്ട് ചെയ്തു. ഞാനത് കുനിഞ്ഞിരുന്ന് കേട്ടു. കാരണം എന്താ പറയുക, ഇത്രയും ആർട്ടിസ്റ്റുകളുണ്ട്, നമ്മുടെ ഷൂട്ട് തുടങ്ങിയതേ ഉള്ളൂ, ഈ പടം എങ്ങനെയെങ്കിലും പൂർത്തീകരിക്കണം. അതുകൊണ്ട് ഞാൻ എല്ലാ കാര്യങ്ങളും തലകുണിച്ചിരുന്ന് കേട്ടു. എന്തായാലും വന്ന് ഷാജിയേട്ടൻ ക്ഷമിക്കുക, ഞാൻ ഫുഡ് മേടിച്ചുകൊണ്ട് തരാമെന്ന് പറഞ്ഞു. ഷാജിയേട്ടൻ പറഞ്ഞു നീ ഫുഡ് വാങ്ങണ്ട, ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് എടുത്തിട്ട് വാങ്ങിക്കോളാം, ലാസ്റ്റ് നീ എനിക്ക് സെറ്റ് ചെയ്ത് തന്നാൽ മതി എന്ന് പറഞ്ഞു. ശരി അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു ഞാൻ അതങ്ങ് വിട്ടു. അപ്പോൾ അങ്ങനെ അവസാനം ഈ ഷൂട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഷാജിയേട്ടന് പോകാനും സത്യം പറഞ്ഞാൽ വണ്ടിക്കൂലി കൊടുക്കാനില്ല. ക്യാമറാമാൻ എന്തായാലും ക്യാമറയും വണ്ടിയും എൻ്റെ ഇന്നോവ വാടകയ്ക്കെടുത്തൊരു ഇന്നോവയായിട്ട് പുള്ളി എറണാകുളത്തേക്ക് പോയിട്ടുണ്ട്. ആർട്ടിസ്റ്റുകൾ പലരും വീട്ടിൽ പോയിട്ടുണ്ട്.
ഷൂട്ട് നിന്നു. അവർക്ക് വിഷമമാണ്. കാര്യം ഒരു ഷൂട്ട് ഫിനിഷ് ആക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. പക്ഷേ ഈ പ്രൊഡ്യൂസർ പോയതോട് കൂടിയിട്ടെല്ലാം അസ്തമിച്ചു. അങ്ങനെ ഞങ്ങൾ രണ്ടും കൽപ്പിച്ചിങ്ങനെ നിൽക്കുകയാണ്. അവസാനം എവിടുന്നൊക്കെയോ സുമേഷും കുറേ എന്നെ ഹെൽപ്പ് ചെയ്തു. അവിടുന്ന് ഇവിടുന്നൊക്കെ മറിച്ച് രാജാസാഹിബിന്റെ റൂം റെന്റും ഷാജിയേട്ടന് പോകാനുള്ള ചെറിയൊരു ഫണ്ടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. അങ്ങനെ ഒരു വിധത്തിൽ എല്ലാവരും പിരിഞ്ഞു പോയി. അപ്പോൾ ഈ ലൈറ്റ് യൂണിറ്റുകാരന് കുറച്ച് ഫണ്ട് കൊടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ 2 ചെക്ക് ഉണ്ടായിരുന്നു. ആ 2 ചെക്ക് എടുത്തിട്ട് ഞാൻ എഴുതി ഒപ്പിട്ട് കൊടുത്തു. എന്തായാലും ഇത്രയും ദിവസത്തിനുള്ളിൽ പിന്നെ ഞാൻ പൈസ സെറ്റ് ചെയ്യാന്നുള്ളത്. പക്ഷേ ഈ ലൈറ്റ് യൂണിറ്റുകാരൻ ഒരു അബദ്ധം കാണിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഗ്യാങ്ങിലുള്ള ഏതോ ടീമിനെ പൈസ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി. വിളിച്ചു വരുത്തിയപ്പോഴത്തേക്കിനും ഇവർ അടിച്ച് ഫിറ്റായൊക്കെ നിൽക്കി. ഇവർക്ക് ബാറ്റ പോലും കൊടുത്തില്ല. ഞാൻ പറഞ്ഞു ബാറ്റയൊക്കെ രാവിലെ കൊടുത്തേക്കുന്നതിന്റെ കാപ്പി മേടിച്ച് കൊടുത്തേക്കുന്നതിന്റെ സംഭവമെല്ലാം നമ്മൾ കാണിച്ചു. അപ്പോൾ യഥാർത്ഥത്തിൽ അവിടെ എന്താണ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു മേടിച്ചിട്ട് 4 ബാറ്റ എന്നും പറഞ്ഞ് എഴുതി വാങ്ങിയിട്ട് 1 ബാറ്റയോ 2 ബാറ്റയോ ഞങ്ങൾ സ്റ്റാഫിന് കൊടുക്കുന്നുള്ളൂ. ബാക്കിയുള്ളതൊക്കെ എനിക്ക് തോന്നുന്നു ഈ മുതലാളി എടുക്കുകയാണെന്ന് തോന്നുന്നു. അത് അവരുടെ കറക്റ്റായിട്ട് ചോദിക്കാൻ 2-3 പേരുടെ നമ്പർ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് വിളിക്കാനൊന്നും എനിക്ക് ടൈം കിട്ടിയില്ല. അപ്പോൾ എന്ത് തന്നെയായാലും പുറത്തുനിന്ന് വന്ന ഒരു ടീം ഞങ്ങളുമായിട്ടൊക്കെ വെച്ച് കൂട്ടി ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇതേപോലെയാണ് സംഭവം. ഞങ്ങളുടെ എല്ലാം അൺബാലൻസ് തെറ്റിയത് പ്രൊഡ്യൂസർ മുങ്ങിയതിന്റെ പേരിലാണ്. അല്ലെങ്കിൽ പുള്ളിയെ ഞാൻ അപ്പോഴേ പറഞ്ഞു വിട്ടേനെ. അപ്പോൾ ഇത്ര രൂപ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ അവസ്ഥ എങ്ങനെയാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി. എന്തായാലും അപ്പം ഈ ഞങ്ങളെ ഒന്ന് ഉടക്കിക്കാൻ വേണ്ടി ഞങ്ങളെ ഒരു നെഗറ്റീവിലേക്ക് തെളിവിടാൻ വേണ്ടി കൊണ്ടുവന്ന പുറത്തുനിന്ന് അവരുടെ ഗ്യാങ്ങിൽ നിന്ന് ഇറക്കിയ ടീമിനെ ഇവർ തമ്മിൽ എന്തോ സംസാരമൊക്കെ ആയിട്ട് ബസ് സ്റ്റാൻഡിൽ കിടന്ന് ഇടിയിടുകയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തു. എന്തായാലും ഞങ്ങൾ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് റിപ്പോർട്ട് ചെയ്തു. ഞങ്ങളുടെ സെറ്റിൽ വന്ന ഒരു ടീമായിരുന്നു. ഞങ്ങൾ ഇതിനകത്ത് നിരപരാധിയാണ്. അവർ തമ്മിൽ തല്ലുകയും ഇടിക്കുകയും വായിന്ന് ചോര വരികയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു പ്രശ്നം ഞങ്ങൾ ഇവിടെ അറിയിച്ചതാണ്. ഞങ്ങളുടെ ഭാഗത്തുനിന്നുള്ള തെറ്റല്ല എന്ന് പറഞ്ഞു. അത് എന്തെങ്കിലും ആയിക്കോട്ടെ, നിങ്ങൾ പോയിക്കോ, നിങ്ങളൊന്നും പറഞ്ഞില്ലേ, അത് നല്ലതാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞിട്ട് അവർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഞങ്ങളെ വിട്ടു. അങ്ങനെ എന്തായാലും ഈ ലൈറ്റ് കമ്പനിക്കാരൻ്റെ അടുക്കൽ ഞാൻ പറഞ്ഞു ഇതേപോലെയാണ് അവസ്ഥ. ഞാൻ എങ്ങനെയെങ്കിലും ഫണ്ട് എവിടെന്നെങ്കിലും മറിച്ചിട്ട് കഴിഞ്ഞാൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ ഒക്കത്തുള്ളൂ. നിങ്ങൾ തൽക്കാലം പോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ചെക്ക് കൊടുത്തു. ചെക്ക് കൊടുത്തതിന് ശേഷം പിന്നീട് സ്ഥിരം നിരന്തരം വിളിയാണ്. കാര്യം ഈ ഒരു കമ്പനിക്കാരൻ മറ്റേതാണ് മറിച്ചതാണെന്നൊക്കെ പറഞ്ഞ് സ്ഥിരം വിളിയാണ്. അങ്ങനെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഏകദേശം എനിക്ക് നമ്മുടെ അനിത ഉണ്ടായിരുന്നു. അപ്പോൾ അനിത ഷൂട്ട് നിന്നല്ലോ. ഈ ലൈറ്റുകാരന് ഇച്ചിരി ഫണ്ട് കൊടുക്കാനുണ്ട്. അപ്പോൾ അങ്ങനെ സുമേഷും എവിടുന്നോ മേടിച്ച് ഇച്ചിരി ഫണ്ട് നമ്മൾ ഇതിനകത്ത് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ആ സുമേഷിനും ഒരു 19,000 രൂപയോളം കൊടുക്കണം. കാര്യം റൂം റെന്റും അതും ഇതും ഒക്കെ ആയിട്ട് പുള്ളി മറിച്ച് തന്നെയാണ്. അപ്പോൾ അത് അത്രയും വലിയ ക്രിട്ടിക്കൽ സ്റ്റേജാണ്. അങ്ങനെ ഞങ്ങൾക്കൊരു 5 ലക്ഷം രൂപ പടം അവസാനിപ്പിക്കാനായിട്ട്, ഷൂട്ട് ചെയ്ത് അവസാനിപ്പിക്കാനായിട്ട് ഒരു ലേഡി സ്പോൺസർ ചെയ്യാമെന്ന് പറഞ്ഞു. തൽക്കാലത്തേക്ക് തരാമെന്ന് പറഞ്ഞു. അപ്പം അവരുടെ ആവശ്യം എന്ന് വെച്ചാൽ 50,000 രൂപ അവർക്ക് കൊടുക്കണം. അത്യാവശ്യം 50,000 രൂപ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 5 ലക്ഷം രൂപ നമുക്ക് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഈ 50,000 രൂപ സുമേഷിന്റെ കെയർ ഒപ്പിച്ച് അവർക്ക് കൊടുത്തു. അതായത് ആർക്കാണ്, ഈ ലേഡീസിന് കൊടുത്തു. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് ആ പൈസ ഒക്കെ കൊടുത്തു തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പോഴത്തേക്കിന് 5 ലക്ഷം രൂപ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ബാക്കിയുള്ള ഷൂട്ടുകൾ അത്യാവശ്യം തീർക്കാമല്ലോ എന്നുള്ളൊരു സന്തോഷത്തിലാണ്. പക്ഷെ എന്ത് തന്നെ ആയാലും ഇവർക്ക് ഫണ്ട് മറിഞ്ഞു വന്നില്ല. ഇവർ ഏകദേശം ഒരു 1.25 ലക്ഷം രൂപ എങ്ങാണ്ടേ മറിഞ്ഞു വന്നുള്ളൂ. ഈ 1.25 ലക്ഷം രൂപ വന്നപ്പോൾ സുമേഷ് മുടക്കിയ 50,000 രൂപ തിരിച്ചു കൊടുത്തേ പറ്റുള്ളൂ. അങ്ങനെ സുമേഷിന്റെ 50,000 പോയിട്ട് ബാക്കി 75,000 രൂപ എങ്ങാണ്ടേ ഉള്ളൂ. അങ്ങനെ ബാക്കിയുള്ള പൈസ ഈ ലൈറ്റ് യൂണിറ്റ് കാരണം ഞാൻ ചെക്ക് കൊടുത്തേക്കാണ്. അപ്പോൾ ലൈറ്റ് യൂണിറ്റ് കാരണം കൊടുത്തു. ലൈറ്റ് യൂണിറ്റ് കാരണം കൊടുത്തപ്പോഴും വീണ്ടും ഒരു 10-15,000 രൂപയും കൂടെ പുള്ളിക്ക് കൊടുക്കാനുണ്ട്. അപ്പോൾ ഇത്രയും പൈസ കൊടുത്തിട്ടും പുള്ളി അവസാനം നമ്മുടെ വിഷമസ്ഥിതികളൊന്നും അറിയാതെ നോക്കിക്കോണം. നമ്മളൊരു മനസ്സാക്ഷി വെച്ചിട്ട് ഒരു ജോലി കൊടുത്തതാണ് പുള്ളിക്ക്. അപ്പോൾ ഇവിടെ വന്ന് ഇത്രയും അലമ്പുണ്ടാക്കി മനസ്സമാധാനമില്ലാതെ എൻ്റെ പുറകെ നടക്കുകയാണ്. ശല്യം ചെയ്തിട്ട് ഞാൻ പുറകെ നടക്കുകയാണ്. അതിനുശേഷം ഞാൻ കഷ്ടപ്പെട്ട് വെച്ച ഈ ക്രൂസിനെ എല്ലാവരുടെയും കൂടെ ഓരോരുത്തരുടെയും നമ്പർ പുറകെ പോയി നടന്ന് വാങ്ങിയിട്ട് ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് പുള്ളി പറയുകയാണ് മനാഫിനൊന്നും അറിയില്ല, നമുക്കൊരു സിനിമ ചെയ്യാം, എല്ലാവരും 10,000 രൂപ വെച്ചിട്ട് തന്നാൽ മതി. ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പം ഇവരുടെ ലക്ഷ്യം എന്താണ്? നമ്മൾ ആരെയാണ് സഹായിച്ചത്? നമ്മൾ ആരെയാണ് ഹെൽപ്പ് ചെയ്തത്? അപ്പോൾ അതുകൊണ്ട് ആരെയും മനസാക്ഷി വെച്ചിട്ട് ഒന്നും ചെയ്യാൻ നിൽക്കരുത് എന്നുള്ളൊരു പാഠമായിരുന്നു അന്ന് എനിക്ക്. ജീവിതത്തിൽ ഒരിക്കലും ഒരാളെയും നമ്മൾ അടച്ചങ്ങ് വിശ്വസിക്കരുത്. വിശ്വസിച്ച് പോയി കഴിഞ്ഞാൽ ഇതേപോലുള്ള പണികളിൽ പോയി വീണ് കഴിഞ്ഞാൽ ഊരാനൊക്കത്തില്ല. അപ്പം അതുകൊണ്ട് നിങ്ങളൊരു ലൈറ്റ് യൂണിറ്റ് വിളിച്ചാലും സിനിമാ ഫീൽഡിലുള്ള ഏത് സംഗതി വിളിച്ചാലും നിങ്ങൾ 101 110 പ്രാവശ്യം ആലോചിച്ചിട്ടേ നിങ്ങൾ വിളിക്കാവുള്ളൂ. അത് കറക്റ്റ് എഗ്രിമെന്റ് ചെയ്ത് ഇത്ര മണിക്ക് തുടങ്ങി ഇത്ര മണിക്ക് അവസാനിപ്പിക്കും, ഇത്ര പേരുണ്ട്, ഞങ്ങൾ അഡീഷണൽ ഒരു പൈസ ഞങ്ങൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഈടാക്കില്ല എന്ന് എഗ്രിമെന്റ് ഉണ്ടെങ്കിൽ വിളിക്കാവുള്ളൂ. അല്ലാതെ വാക്കാലും നോക്കാലും ഒന്നും വിളിച്ചു കളയരുത്. 8ന്റെ പണി കിട്ടും. അങ്ങനെ എന്ത് തന്നെ ആയാലും വീണ്ടും പുള്ളിക്ക് ഒരു 15,000 രൂപയോളം കൊടുക്കാനുള്ളതിന്റെ പേരിൽ ഞങ്ങളുടെ നാട്ടിലൊക്കെ വന്നു. കുറേ ബഹളവും കാര്യങ്ങളൊക്കെ വെച്ച് ഫോണിൽ വിളിച്ച് നിന്നെ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം, നിന്റെ ഒരു ഫോട്ടോ കിട്ടിയാൽ മതി, നിന്നെ ഇരിപ്പതാക്കാം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ നെഗറ്റീവ് എനർജിയുടെ ആൾക്കാരാണ്, അല്ലെങ്കിൽ ബ്ലാക്ക് മാജിക്കിന്റെ സംഗതിയൊക്കെയാണ്, നിന്നെ നശിപ്പിച്ച് കളയും എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്തോ ആയിക്കോട്ടെ, പക്ഷേ നിങ്ങൾക്ക് ഫണ്ട് ഞങ്ങൾ ഇത്രയും തന്നു, പക്ഷേ നിങ്ങൾ ഒരു ദിവസം ഷൂട്ടിന് ഇറങ്ങാതിരുന്നപ്പോൾ എനിക്കുണ്ടായ നഷ്ടം 50,000 രൂപ. ആ 50,000 രൂപ ഞാൻ എവിടെ പോയി തപ്പും എന്ന് ചോദിച്ചു.
അങ്ങനെ ഇത്രയും ഫണ്ടുകൾ കൊടുത്ത് ഏകദേശം 1.25 ലക്ഷം രൂപയ്ക്കകത്ത് ഏകദേശം ഒരു 1.10 എങ്ങാണ്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് ടോട്ടൽ. അതിന്റെ ബില്ല് നമ്മുടെ കയ്യിലുണ്ട്. ജിപേയിൽ അതിനുള്ള തെളിവുകളുണ്ട്. എന്നിട്ടും വീണ്ടും നമ്മൾ അന്നം കൊടുത്ത ആൾക്കാർ ഒരു 10 രൂപയെങ്കിൽ 10 രൂപ ഇത്രയും ആൾക്കാർ കഷ്ടപ്പെട്ട് ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ്. അത് കൊടുത്തിട്ടും എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഒരു ലൈറ്റ് യൂണിറ്റ് വിളിച്ചതിന് എനിക്ക് കിട്ടിയത്, അല്ലെങ്കിൽ ഞങ്ങളുടെ ടീമിന് കിട്ടിയത്. ഇന്നും അദ്ദേഹം ശത്രുവാണ്. ആ ശത്രുവാകാനുള്ള കാരണം മനസ്സാക്ഷിയാണ്. എനിക്കൊരു 2 ലൈറ്റ് ഇല്ലാത്തതുകൊണ്ടല്ല, അല്ലെങ്കിൽ എവിടെന്നെങ്കിലും റെന്റിന് എടുത്തിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമേ ഉള്ളായിരുന്നു. പക്ഷേ ആളറിയാതെ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ നമ്മളെ മുക്കിക്കളയും എന്നുള്ളതാണ്. പിന്നെ എനിക്ക് ഏറ്റവും വലിയ വിഷയം, അതും കൂടെ പറഞ്ഞ് ഞാൻ ഇന്നത്തെ എപ്പിസോഡ് തൽക്കാലം ഒന്ന് സ്റ്റോപ്പ് ചെയ്യാം. എനിക്ക് ഈ സിനിമ ചെയ്തതും ഞങ്ങൾ തുടക്കമിട്ടതും ഒക്കെ ഞങ്ങളുടെ ഐക്യം കൊണ്ടായിരുന്നു. ഞങ്ങൾക്ക് പണമില്ലെങ്കിലും പല ആൾക്കാരും ടീമുകൾ ഒരുമിച്ച് സെലിബ്രിറ്റിയുടെ കൂടെ ഒരു ഞങ്ങളുടേതായ ഒരു പടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും കിട്ടിയ പൈസകൾ, തുച്ഛമായ പൈസകൾ കൂട്ടി വെച്ചിട്ട് ഒരു ശ്രമമായിരുന്നു കോളനി. ഇത്രയും പേരും കൂടി കൂട്ടി വെച്ചിട്ടും അത് 2.5 ലക്ഷം രൂപയുള്ള ചെലവ് കിടക്കുന്നത്. പിന്നെ യഥാർത്ഥത്തിൽ തീരണമെങ്കിൽ ഏകദേശം 20 ലക്ഷം രൂപയെങ്കിലും മിനിമം വേണം. 2 ലക്ഷം രൂപ നമ്മുടെ കയ്യിലുള്ളല്ലോ. അതിന്റെ ഷൂട്ട് തീർക്കാനാണ് ഞാൻ നോക്കുന്നത്. ബാക്കി പോസ്റ്റ് പ്രൊഡക്ഷന്റെ കാര്യങ്ങൾ നമുക്ക് സമാധാനമുണ്ട്. സെലിബ്രിറ്റി പോയി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയും ന്യൂ ഫേസിനായിട്ട് ഇച്ചിരി എടുത്ത് തീർക്കാം. ആ സെലിബ്രിറ്റിയെ പറഞ്ഞു വിടാനും ആ ഷൂട്ടിന്റെ ഡേറ്റ് മാത്രം, ആ പൈസ മാത്രമാണ് ഞാൻ ആദ്യം കാൽക്കുലേഷൻ ചെയ്തത്. അപ്പോൾ ആ കാൽക്കുലേഷനകത്ത് പ്രൊഡ്യൂസർ പോയപ്പോൾ 5 ലക്ഷം പോയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും 27 മിനിറ്റായി. പക്ഷേ ഈ പ്രശ്നങ്ങളൊന്നും അറിയാതെ, ഇവിടെ സംഭവിച്ച കാര്യങ്ങളൊന്നും അറിയാതെ തന്നെ പല ആൾക്കാരും പിന്നീട് എന്നെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. ആ സൈറ്റിൽ ആകെപ്പാട് ഒരു അലക്ഷിത അവസ്ഥയിലേക്ക് വന്നു. പരസ്പരം അങ്ങോട്ട് കുറ്റപ്പെടുത്തുന്നു, ഇങ്ങോട്ട് കുറ്റപ്പെടുത്തുന്നു. അങ്ങനെ ഞങ്ങളുടെ ചേർന്ന് നിന്ന ഐക്യമായിട്ടുള്ള ടീമുകൾ പരസ്പരം ഭിന്നിപ്പാവുന്നു. അതോടുകൂടി കോളനിയുടെ അടിത്തറയും ഇളകിയിരിക്കുകയാണ്. പിന്നീട് കുറേ ആൾക്കാരുടെ മനസ്സിൽ നമ്മളൊരു മന്ദബുദ്ധിയായി, ഒരു കള്ളനായി, ഒന്നും അറിയാത്തവനായി, അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് മാറുകയാണ്. സത്യം പറഞ്ഞാൽ വിറച്ചിട്ടുണ്ട്, കരഞ്ഞുകൊണ്ട് വിറച്ചിട്ടുണ്ടിരുന്നു ആ ഒരു സമയത്ത്. കാരണം ചുറ്റിനും നോക്കുമ്പോൾ 1-2 ആൾക്കാരേ ഉള്ളൂ. സിനിമയിൽ അഭിനയിക്കാൻ 200 കണക്കിന് ആൾക്കാരുണ്ടായിരുന്നു, കൈയടിക്കാനും സപ്പോർട്ട് ചെയ്യാനും ഒക്കെ. പക്ഷേ ഒരു 20 പോയപ്പോൾ ആരുമില്ലായിരുന്നു. പക്ഷേ അപ്പോഴും എന്നെ ഒരാൾ വിളിച്ചായിരുന്നു കേട്ടോ. എൻ്റെ ഒരു മുതലാളി ഉണ്ടായിരുന്നു. അദ്ദേഹം വിളിച്ചിട്ട് എന്താടാ കോളനി നിന്ന് പോയത് എന്ന് ചോദിച്ചു. പ്രിയപ്പെട്ട ഷമീറായിരുന്നു. ഞാൻ അവിടെ കുറേ നാൾ പണിക്ക് പോയിട്ടുണ്ട്. കിങ് സ്റ്റാറിൻ്റെ ഷമീറായിരുന്നു. അപ്പോൾ എന്നെ നന്നായിട്ട് അറിയാം. കാര്യം രാവും പകലും ഒക്കെ പന്തലിടുകയും വളരെ അധ്വാനിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാനെന്ന് അറിയാം. അപ്പോൾ അതുകൊണ്ട് എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് പുള്ളിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ചെറിയൊരു ഹെൽപ്പ് എനിക്ക് ചെയ്തു. ആ ചെയ്തതും തുടർന്നങ്ങോട്ട് ഈ ക്യാമറാമാൻ എടുത്തുകൊണ്ട് പോയ ഇന്നോവ തിരിച്ച് വാങ്ങണം, എന്നിട്ട് റെന്റാണ്, അതുകൊണ്ട് കൊടുക്കണം. ഒരു ദിവസം എറണാകുളത്ത് ഇട്ടുന്ന അതിന് 1700 രൂപ വീതമാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പ്രൊഡക്ഷനിൽ 2-3 വണ്ടികളുണ്ട് പ്രൊഡക്ഷൻ്റെ ഓട്ടത്തിന്, അതെല്ലാം റെന്റാണ് എടുത്തിട്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ അവിടുത്തെ ഷൂട്ടിങ്ങിൻ്റെ സംഗതികളൊക്കെ ആകെപ്പാട് പൊളിഞ്ഞ് ഈ ലൈറ്റ് കമ്പനിക്കാരൻ്റെ കുറച്ച് പൈസയും കൊടുത്ത് അവനുമായിട്ടും തെറ്റി. എല്ലാവരും പരസ്പരം മാറി മാറി നിൽക്കുന്നു. ഇനി നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ക്യാമറാമാന് പൈസ കൊടുത്ത് ആ ഷൂട്ട് ചെയ്ത ഫുട്ടേജ് വാങ്ങണം, ഇന്നോവ റിലീസ് ചെയ്യണം, ലൈറ്റ് കമ്പനിക്കാരൻ്റെ ബാലൻസ് ഫണ്ട് കൊടുക്കണം. അങ്ങനെ ഇനി അങ്ങോട്ട് ഷൂട്ടിന് ഫണ്ട് വേണം. അപ്പോൾ ഒരു പ്രൊഡ്യൂസറിനെ കിട്ടിയെങ്കിൽ മാത്രമേ നടക്കുള്ളൂ. പിന്നീട് അങ്ങോട്ടൊരു 2-3-4 മാസം പ്രൊഡ്യൂസറിന് വേണ്ടി ഒരു തെണ്ടലായിരുന്നു. പക്ഷേ നടന്നില്ല കേട്ടോ. ഒരുപാട് ഓടി. കാരണം ഞാൻ വിചാരിച്ചു നമുക്ക് ഒരുപാട് ആൾക്കാരുണ്ടല്ലോ, അപ്പോൾ അവരെല്ലാം അവരുടേതായ ബന്ധം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പ്രൊഡ്യൂസറിനെ കിട്ടുകയും ഇത് തുടർന്ന് ചെയ്യുകയും ചെയ്യാമായിരുന്നു. അപ്പോൾ എന്ത് തന്നെയായാലും പ്രസീതയുടെ പാട്ട് ഞാൻ ബിജു അനന്തകൃഷ്ണനാണ് മ്യൂസിക് ചെയ്ത് തന്നത്. അത് ഞാനാണ് അതിൻ്റെ വരികൾ എഴുതി കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ പാട്ട് കിട്ടി. ആ പാട്ട് കിട്ടിയപ്പോൾ ഫസ്റ്റ് ഈ 2 ദിവസം ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് ഫുട്ടേജ് കിട്ടിയാൽ നമ്മുടെ ഈ ക്യാമറയ്ക്കുള്ള ബാലൻസ് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഫുട്ടേജ് ഇങ്ങ് തരും. ആ തന്നാൽ നമുക്കൊരു പ്രൊമോഷനായിട്ട് കോളനിയുടെ പാട്ട് ഇറക്കാം. അങ്ങനെ ആദ്യമായിട്ട് ഒരു പാട്ട് ഇറങ്ങുന്നു പ്രസീത ചാലക്കുടിയുടെ. അതിനുശേഷമുള്ള അപ്ഡേഷൻ തീർച്ചയായിട്ടും നമുക്ക് അടുത്ത എപ്പിസോഡിൽ പറയാം. കാരണം ഇപ്പോൾ 30 മിനിറ്റായി. ഇത് ഞാനൊന്ന് സ്പീഡ് ചെയ്ത് കഴിഞ്ഞാലും 25 മിനിറ്റ് ആവും. അപ്പോൾ എന്തായാലും വളരെ വലിയൊരു വീഡിയോ ആയിപ്പോയി ഇന്നത്തെ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും കോളനിയുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് അടുത്ത എപ്പിസോഡിൽ തീർച്ചയായിട്ടും പറയാം. മാക്സിമം സപ്പോർട്ട് ചെയ്യുക.